लोग में हाय बोलना ജുഹു ബീച്ചിലേക്ക് പോകാൻ AC ബസ്സാണ്. ടാക്സി ഉണ്ട്, ഓട്ടോറിക്ഷ ഉണ്ട്, അതൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആവും. അപ്പോൾ AC ബസ്സിൽ സുഖമായിട്ട് 25 രൂപ കൊടുത്തു കഴിഞ്ഞാൽ, പക്ഷെ ഓൺലൈൻ പേയ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. ഡയറക്റ്റ് ക്യാഷ് ടിക്കറ്റ് ഇല്ല. നമ്മൾ QR കോഡിൽ ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രം. एक आदमी एक 1 person ओके അന്തേരി സ്റ്റേഷനിൽ ബസ് ജുഹു ബീച്ചിലേക്ക് പോവാണ്. ജുഹു ചൊപ്പാട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ബീച്ചിന് പറയുന്ന പേരാണ് ചോപ്പാട്ടി. ഇവിടുന്ന് അവിടെ ഒരുപാട് സ്ട്രീറ്റുകളുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ അങ്ങോട്ട് പോകും. അത് സത്യത്തിൽ പ്രൈവറ്റ് ഗവൺമെൻറ് പിന്നെ കൊളാബറേഷൻ ഈ ബസ്. അതാണ് കുറച്ച് പൈസ ജാസ്തി ആയിരിക്കും. അപ്പോൾ സാധാ ബസ്സിൽ പോകുമ്പോൾ ഒരു 15 രൂപ മറ്റായിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അയാളിപ്പോൾ കണ്ടക്ടർ പറഞ്ഞത് പ്രൈവറ്റ് ഗവൺമെൻറ്റും കൂടെ ചെയ്തതാണ് ബെസ്റ്റിൻ്റെ ബസ് ഇത്. അപ്പോൾ പകുതി അവർക്കും പകുതി ഇവർക്കും ബസ്സിൻ്റെ ഓണേഴ്സിനാണ് കിട്ടുക അങ്ങനെ. പക്ഷേ AC ബസ്സാണ് 25 രൂപ കുഴപ്പമൊന്നുമില്ല, നല്ല യാത്രയാണ്. അന്തേരി ടൗൺ ആണ് കാണുന്നത്. ടൗൺ മീൻസ് ജസ്റ്റ് റോഡ് സൈഡ് ഷോപ്പുകളെ കാണുന്നത്. രണ്ട് സൈഡിൽ ഒരുപാട് കച്ചവടങ്ങൾ നടക്കുന്നുണ്ട്. ഓ സോറി. ഇവിടെ ബസ് ഇറങ്ങിയതിന് ശേഷം പിന്നെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ജുഹു ബീച്ചിൻ്റെ അടുത്താണ്. ബസ്സുകൾ നിർത്തുന്നത് ഇവിടെയാണ്, പക്ഷേ ടാക്സി ഓട്ടോ ഒക്കെ ഇതിൻ്റെ പുറത്താണ്, റോഡിന് പുറത്തായിരിക്കും. ഇവിടെ നിന്നാണ് ശരിക്കും ജുഹു ബീച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഭയങ്കര റഷാണ്. ഒരുപാട് ബോട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ചെറിയ ബോട്ടുകളുടെ യാത്രകളുണ്ട്. അതൊക്കെയാണ് ഇവിടെ മെയിനായിട്ടുള്ള അട്രാക്ഷൻ. ഭയങ്കര ചൂടാണ്. ഈ സമയത്ത് ഞാൻ വന്ന സമയം അത്ര ശരിയല്ല, പക്ഷേ വേറെ വഴിയില്ല. ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 1 മണിയായിട്ടുണ്ട്. ഭയങ്കര പൊള്ളുന്ന ചൂടാണ്. ഇതല്ലേ പാവം നായ്ക്കൾ വരെ കിടന്ന് മണൽ ഇങ്ങോട്ട് മാറ്റിയിട്ട് പാവങ്ങൾ കിടന്നുറങ്ങുന്നത്. അത്രക്കും ചൂടാണ്. അവർക്ക് ഇവിടെ ചെറിയൊരു ഷെയ്ഡ് കിട്ടീന് അപ്പം കിടന്നു. അപ്പം നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം എത്ര ആയിരിക്കും ഇവിടുത്തെ ചൂടിൻ്റെ പവർ. എന്തല്ലേ ഒന്നത് അതിൻ്റെ ഉള്ളിൽ. ഇവിടെയുണ്ട് പായ കണ്ടില്ലേ, ഇത് വാടക കൊടുക്കുന്ന പായകളാണ്. ബീച്ചിൻ്റെ മെയിൻ അട്രാക്ഷനാണ് ഈ കാണുന്നത്. നല്ല ക്ലീൻ ബീച്ചാണ്, നല്ല ബീച്ചാണ്, നല്ല വൃത്തിയുണ്ട് ബീച്ചിൻ്റെ ഈ തീരം കാണാൻ. പക്ഷെ വെള്ളം കുറച്ച് ബ്ലാക്കിഷാന്നാണ് പറയുന്നത്. ഇതിലും കുറച്ചുകൂടെ നല്ല വെള്ളമുള്ള ബീച്ച് അവിടെ അപ്പുറത്ത് ഇന്നലെ പോയിരുന്ന ചോപ്പാട്ടി ബീച്ചാണ്. ഒരുപാട് നീളത്തിലാണ്, ഇത്ര 5-6 കിലോമീറ്റർ ദൂരത്തിലാണ് ശരിക്കും ഈ ജുഹു ബീച്ച് ഉള്ളതല്ലേ. ജസ്റ്റ് അവർക്ക് യാത്ര സഫാരി ചെയ്യാനുള്ള ക്യൂ ആണ് ഈ കാണുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്, പോളറോയിഡ് പ്രിന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇതല്ല. ഇതൊക്കെ ക്യൂ ആണ് ബോട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. അവിടെ റെഡി, അവിടെ ബോട്ടിൽ പോകാനുള്ള ടിക്കറ്റ് കൊടുക്കുന്നത്. सर टिकट कितना है इधर? 200 रुपया। तो एक आदमी 200 है. कितना टाइम? 5 मिनट ऐसा घुमाएगा. ഒരുപാട് റൈഡുകളുണ്ട്. സെയിലിംഗ് ബേ വാട്ടർ സ്പോർട്സ് ആണ്. ടിക്കറ്റ് പ്രൈസ് പാരാസെയിലിംഗ്
1500, ജെറ്റ് സ്കി 400, ഡ്രാഗൺ റൈഡ് 300, പലതുണ്ട്. അതാണ് ഇവിടെ ഇങ്ങനെ ജനങ്ങൾ ക്യൂ നിന്ന് വാങ്ങുന്നത്. ബൈ. ഇവിടുന്ന് ആൾക്കാർ എന്താ ചെയ്യുന്നത്, ടിക്കറ്റ് 200 രൂപേൻ്റെ ടിക്കറ്റ് സേഫ്റ്റി ഡ്രസ്സൊക്കെ ഇട്ടതിന് ശേഷം ഇതിൽ പോകും. ഇവിടുന്ന് ഒരു 5 മിനിറ്റ് റൈഡ് ഉള്ളൂ, സത്യത്തിൽ ജാസ്തി ഇല്ല. ഇതല്ല, ഇതിൽ കയറി ഇരിക്കുക. ഒരുപാട് ബോട്ടുകളുണ്ട്, 1 2 ഒന്നല്ല, ശരിക്കും നിറയെ ബോട്ടുകളാണല്ലേ. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ എന്റർടൈൻമെന്റ്. ഇതല്ലേ, ഇതുവരെ ഒരൊറ്റ പോക്ക് അങ്ങോട്ട് പോവാ തന്നെ. ഈ റൈഡ് ഒരു 5 മിനിറ്റോ മറ്റേ ഉണ്ടാവുള്ളൂ, ജസ്റ്റ് ഒരു റൗണ്ട് പോയിട്ട് വരും. അതുപോലെ ഇതാ ഫുള്ള് കണ്ടില്ലേ, ഈ ബീച്ച് നിറയെ ബോട്ടിംഗ് ആണുള്ളത്. ശരി, ബോട്ടിങ്, പാരാ സെയിലിങ്, അങ്ങനെ ഒരുപാട് എൻ്റർടൈൻമെൻ്റ് ഉണ്ട്. 200, 1200 മുതലൊക്കെ വരെ റേറ്റ് ഉണ്ട്. ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ ഇത്തരം കാര്യങ്ങളാണ്. വേറൊന്നും പ്രത്യേകിച്ച് കാണുന്നില്ല. കലക്ക് വെള്ളം, ബ്ലാക്കിഷ് വെള്ളമാണ്, കുളിക്കാനൊന്നും പറ്റില്ല. പക്ഷെ തീരെ കടൽ കാണാത്തവർക്ക് കുളിക്കുക, അത്ര തന്നെ. അല്ല, അവിടെ ഒക്കെ ഉണ്ടല്ലേ നിറയെ. ಚೆನ್ನಾಗಿದೆಯಾ? कितना 5 minutes ಹಾಯ್, ಹಲೋ, ಹೌ ಆರ್ ಯು? ಎಪಿಕ್ ಟ್ರಾವೆಲ್ಸ್ ಚಾನಲ್ಗೆ ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡ್ರಿ. ഇനി അടുത്ത ട്രിപ്പ് പോകുന്നുണ്ട്. ഭയങ്കര കണ്ടിന്യൂ ഒരു ഓർഡറാണ് ഇവര്. ഓക്കെ, ജ്യൂസ് ഷോപ്പ് ഉണ്ട്. ചെറിയ കച്ചവടക്കാരൊക്കെ കാണാം. ടാറ്റു റേറ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ബീച്ചിലുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് ഒന്നും കാണുന്നില്ല. കാരണം വെച്ചാൽ ബീച്ച് ഒരുപാട് പേരുണ്ട്. കടലില്ലാത്ത ഭാഗത്തുനിന്ന് വന്ന് കടൽ കണ്ട് കുളിക്കുക, അതൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അല്ലാതെ ഇവിടെ ക്ലീനിങ് ഒന്നുമില്ല. വെള്ളം വളരെ ഒരു ബ്ലാക്കിഷ് കലങ്ങിയ വെള്ളമുള്ളത്. സാധാരണ ബീച്ചുകളിൽ കാണുന്നപ്പോഴുള്ള കച്ചവടക്കാർ കുറേ പേര് കാണുന്നുണ്ട്. ഐസ്ക്രീം. ഓക്കെ. പിന്നെ ടാറ്റു റൈറ്റേഴ്സ് ഉണ്ട്. ചെറിയൊരു അംബ്രല്ലിൻ്റെ ചോട്ടിലിരിക്കുന്ന ടാറ്റു റൈറ്റർ. പിന്നെയുള്ള കുറേ കച്ചവടങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും കുളിക്കാൻ, പിന്നെ ബീച്ചിൽ ടൈം പാസ് ചെയ്യുക. ബോട്ടിംഗ് ആണ് മെയിനായിട്ടുള്ളത്. അതാണല്ലേ, ബോട്ട് ഫുള്ള് ബോട്ടാണ്. കുറച്ച് തണൽ കിട്ടുന്നൊരു സ്ഥലമാണ് കാണുന്നത്. തെങ്ങിൻ്റെ ചോട്ട് മാത്രം. ബാക്കിയുള്ളിടത്ത് ഭയങ്കര ഡീപ്പ്, ഭയങ്കര വെയിലാണ് സമയത്ത്.
ഇംഗ്ലീഷുകാരൊക്കെ ഉണ്ട് ഇവിടെ. ഏകദേശം ആ തലക്കൽ ഒരുപാട് ദൂരമുണ്ട്, ഒരു 3-4 കിലോമീറ്റർ ആ സൈഡിലേക്കും. ബീച്ചിൽ വന്നിട്ട് നമുക്കൊരു പ്രത്യേക എൻ്റർടൈൻമെൻ്റ് ഒന്നും തോന്നിയിട്ടൊന്നുമില്ല. ഭയങ്കര റഷാണ്. പിന്നെ ഒരുപാട് ദൂരെ സ്ഥലങ്ങളിൽ ഞാൻ ചിലവരൊക്കെ പരിചയപ്പെട്ടു. റായ്ചൂറിനെ കർണാടകൻ്റെ മൈസൂരിൽ നിന്ന് തന്നെ ഒരു 500-600 കിലോമീറ്റർ ദൂരെ, അങ്ങനെ കല്യാണം, അങ്ങനെ ഒരുപാട് ദൂരമുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലും ടൂറിസ്റ്റുകൾ ഈ ഹോളിഡേയ്സിന് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കടൽ തീരമില്ലാത്ത സ്ഥലങ്ങളിലവരുണ്ടാവും കൂടുതൽ. അതാണ് ഇത്രക്കും അവർക്ക് എൻ്റർടൈൻ വരുന്നത്. അപ്പോൾ കടലും പുഴയുള്ളവർക്ക് അതൊരു വലിയൊരു എൻ്റർടൈൻമെൻറ്റായി തോന്നൂല. ജസ്റ്റ് ഒന്ന് ജുഹു ബീച്ച് കാണാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇവിടെ വന്ന് എല്ലാവരും കാണിക്കണം, അത്ര തന്നെ. കുറേ കളികൾ നടക്കുന്നുണ്ട്. ജുഹു ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് റെസിഡൻഷ്യൽ ഏരിയകളുണ്ട്. വലിയ VIP പൊളിറ്റീഷ്യൻസ്, അതിൽ പ്രധാനപ്പെട്ടവരാണ് അമിതാഭ് ബച്ചൻ, അക്ഷയ് കുമാർ, സുനിൽ ഷെട്ടി, അങ്ങനെ പോയിട്ട് ഒരുപാട് പേരുടെ, ഐശ്വര്യ റായ്, അഭിഷേക് ബച്ചന്, ഒരുപാട് പേരുടെ വീടുകളുള്ള സ്ഥലമാണ് ജുഹു ബീച്ച്. അതുകൊണ്ടാണ് ഇത് ഇത്രയും ഫേമസ് ആയത്. നമ്മുടെ ഹിന്ദി സിനിമാ ലോകത്ത് മുതൽ ഇന്ത്യൻ്റെ എല്ലാ ഭാഗങ്ങളിലും ജുഹു ബീച്ച് കൂടുതൽ അറിയപ്പെടുന്ന ശരിക്കും ബോളിവുഡ് സ്റ്റാർസിൻ്റെ റെസിഡൻഷ്യൽ ഏരിയ ആയതുകൊണ്ടാണ്. എല്ലാത്ത നോക്കുമ്പോഴേ ശരിക്കും സാധാരണ ഒരു ബീച്ച് പോലെ തന്നെ ഉള്ളല്ല, പ്രത്യേകിച്ചൊരു അട്രാക്ഷനൊന്നും ഇവിടെ കാണുന്നില്ല. ഹോളിഡേ ആയിട്ടാണ് തോന്നുന്നത്. ഒരുപാട് ജനങ്ങളിങ്ങനെ ഒഴുകി വരുന്നുണ്ട് ഇവിടെ. ഇതാണ് BM മെഹ്ത്ത റോഡ്. ഇവിടെയാണ് കുറേ ബോളിവുഡ് സ്റ്റാർസുകളൊക്കെ താമസിക്കുന്നത്. സത്യത്തിൽ ബീച്ചിൽ നിന്ന് കുറച്ച് ദൂരമാണ്, അത്ര ബീച്ചിനോടനുബന്ധിച്ചല്ല. ബീച്ചിൽ നിന്ന് ശരിക്കും ഒരു 100-400 മീറ്റർ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാലാണ് അതാ കാണുന്നില്ല. ഇതാ ഒരു പോലീസ് വണ്ടി, ഒരു ഗേറ്റിൽ സെക്യൂരിറ്റിയൊക്കെ കാണുന്നത്, അതാണ് അമിതാഭ് ബച്ചൻ്റെ വീട്. അങ്ങോട്ട് എൻട്രി ഇല്ല, എൻട്രി പ്രോഹിബിറ്റഡ് ആണ്. പോലീസ് മിലിറ്ററി ഒക്കെ ഉണ്ട് അവിടെ. അതാണ് കാണുന്നുണ്ട്. അതാണ് ഈ ഏരിയ മുഴുവനും കുറേ VIPs താമസിക്കുന്നതിൻ്റെ ബാക്കിലൊക്കെ ഉണ്ട് ഒരുപാട് വീടുകൾ. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഒരുപാട് പബ്ലിസിറ്റി ഉള്ള അമിതാഭ് ബച്ചൻ്റെ വീട്. ഈ കാണുന്നതാണ് ജൽസ. പിന്നെ അമിതാഭ് ബച്ചൻ്റെ വീടാണ് ഈ കാണുന്നത്. ഭയങ്കര സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. സർ ഏ ജൽസ बोर्ड, जलसा बोर्ड लगाया इधर, देख सकते हैं. ഇതാണ് ജൽസ ബോർഡ്. അമിതാഭ് ബച്ചൻ്റെ വീടായി കാണുന്നത്. ഒരുപാട് സെക്യൂരിറ്റി ഉണ്ട്.